ഒരു രാത്രി പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളും ശ്വാസം അടക്കി പിടിച്ച് ആ കാരുണ്യത്തിനായി കാത്തിരുന്നു. ഒരു രാത്രി ലോകത്തെ വിഴുങ്ങാൻ വന്ന മഹാവിഷത്തെ ഒരു ദൈവം തന്റെ കണ്ഠത്തിൽ തളച്ചു നിർത്തി. എന്താണ് ആ രാത്രി? എന്താണ് നീലകണ്ഠന്റെ ആ വലിയ ത്യാഗത്തിന്റെ രഹസ്യം? നമ്മൾ പലപ്പോഴും ആഘോഷിക്കാറുള്ള മഹാശിവരാത്രിക്ക് പിന്നിലെ യഥാർത്ഥ കഥയും അത് നമ്മുടെ ജീവിതത്തിൽ നൽകുന്ന വലിയ പാഠങ്ങളും ശാസ്ത്രീയമായ അർത്ഥവും എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഈ വീഡിയോയിലൂടെ ശിവരാത്രിയെ കുറിച്ചുള്ള എല്ലാ സംശയങ്ങൾക്കും നമുക്ക് ഉത്തരം കണ്ടെത്താം. വീഡിയോ പൂർണ്ണമായും കാണുക, കാരണം അവസാന ഭാഗത്ത് ശിവരാത്രി വ്രതം എങ്ങനെ പൂർണ്ണമായി അനുഷ്ഠിക്കാമെന്ന് നമ്മൾ പങ്കുവെക്കുന്നുണ്ട്. ശിവരാത്രി വെറുമൊരു ഉത്സവമല്ല, അതൊരു ആത്മീയ ഉണർവിന്റെ രാത്രിയാണ്. ശിവ എന്നാൽ മംഗളമെന്നും രാത്രി എന്നാൽ ഇരുട്ട് അഥവാ അജ്ഞാനമെന്നുമാണ് അർത്ഥം. അജ്ഞാനമാകുന്ന രാത്രിയിൽ നിന്ന് ജ്ഞാനമാകുന്ന പ്രകാശത്തിലേക്കുള്ള യാത്രയാണ് ഓരോ ശിവരാത്രിയും. പുരാണങ്ങൾ പ്രകാരം ഭഗവാൻ ശിവൻ ലിംഗരൂപത്തിൽ ആദ്യം പ്രത്യക്ഷപ്പെട്ടത് ഈ പുണ്യരാത്രിയിലാണ്. ബ്രഹ്മാവിനും വിഷ്ണുവിനുമിടയിൽ അനന്തമായ ജ്യോതിർലിംഗമായി ആവിർഭവിച്ചതിലൂടെ താൻ ആദിയും അന്തവുമില്ലാത്ത ചൈതന്യമാണെന്ന് ഭഗവാൻ വെളിപ്പെടുത്തി. മഹാശിവരാത്രിയുടെ പശ്ചാത്തലത്തിലുള്ള ഏറ്റവും വലിയ കഥ പാലാഴി മഥനമാണ്. അമൃതം നേടാനായി ദേവാസുരന്മാർ പാലാഴി കടഞ്ഞപ്പോൾ ആദ്യം ഉയർന്നു വന്നത് ലോകത്തെ മുഴുവൻ ദഹിപ്പിക്കാൻ ശേഷിയുള്ള കാളകൂട വിഷമായിരുന്നു. പ്രപഞ്ചത്തിന്റെ നാശം കണ്ടു ഭയന്ന ദേവന്മാരെ രക്ഷിക്കാൻ മഹാദേവൻ ആ വിഷം സ്വയം പാനം ചെയ്തു. ലോകത്തെ രക്ഷിക്കാൻ ആ വിഷം അദ്ദേഹം തന്റെ കണ്ഠത്തിൽ തടഞ്ഞു നിർത്തി. അങ്ങനെ ഭഗവാൻ നീലകണ്ഠനായി മാറി. വിഷത്തിന്റെ ആ ചൂടിൽ ഭഗവാൻ ഉറങ്ങാതെ ജാഗ്രതയിരുന്ന ആ രാത്രിയാണ് നമ്മൾ ശിവരാത്രിയായി ആചരിക്കുന്നത്. ഭഗവാൻ ലോകത്തിനായി ഉറക്കമിളച്ച രാത്രിയിൽ നമ്മളും ഭഗവാന് കൂട്ടായി ജാഗരണം ഇരിക്കുന്നു. എന്നാൽ ഇതിനൊരു ആത്മീയ വശം കൂടിയുണ്ട്. ഉറക്കം തമോ ഗുണത്തിന്റെ പ്രതീകമാണ്. ജാഗരണം എന്നാൽ ഉണർവാണ്. നമ്മൾ ജാഗരണം ഇരിക്കുമ്പോൾ നമ്മുടെ മനസ്സ് അജ്ഞാനത്തിൽ നിന്ന് ആത്മീയമായ ഉന്നതിയിലേക്ക് ഉണരുന്നു. അതുകൊണ്ടാണ് ശിവരാത്രി ജാഗരണം കേവലം ഉറക്കമിളക്കലല്ല, മറിച്ച് അതൊരു ആത്മീയമായ പരിശീലനമാണെന്ന് പറയുന്നത്. ശിവരാത്രി വ്രതം പ്രധാനമായും 3 കാര്യങ്ങളിൽ അധിഷ്ഠിതം: ഉപവാസം, ജാഗരണം, നാമജപം. പകൽ മുഴുവൻ ലൗകിക സുഖങ്ങളിൽ നിന്ന് മാറി ഉപവാസം അനുഷ്ഠിക്കുക. രാത്രിയിൽ ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുക. വിശേഷിച്ചും പഞ്ചാക്ഷരി മന്ത്രമായ ഓം നമഃ ശിവായ ജപിക്കുന്നത് നമ്മുടെ മനസ്സിലെ ഭയത്തെയും ദുഃഖത്തെയും ഇല്ലാതാക്കും. ദർഭപ്പുല്ലും ബില്ലുപത്രവും ജലവും ഉപയോഗിച്ച് ശിവലിംഗത്തിൽ അഭിഷേകം ചെയ്യുന്നത് നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കുന്നതിന്റെ പ്രതീകമാണ്. ശിവരാത്രിയുടെ പ്രാധാന്യം ആത്മീയതയിൽ മാത്രം ഒതുങ്ങുന്നില്ല. യോഗശാസ്ത്രം പറയുന്നതനുസരിച്ച് ഭൂമിയുടെ വടക്കേ അർദ്ധഗോളത്തിൽ മനുഷ്യ ശരീരത്തിലെ ഊർജനില സ്വാഭാവികമായും മുകളിലേക്ക് ഉയരുന്ന ഒരു ദിവസമാണിത്. ഈ സമയത്ത് നട്ടെല്ല് നിവർത്തിയിരുന്ന് ജാഗരണം ഇരിക്കുന്നത് ശാരീരികവും മാനസികവുമായ ഉണർവ് നൽകുന്നു. അതുകൊണ്ടാണ് ഈ രാത്രിയെ ഒരു കോസ്മിക് എനർജി നൈറ്റ് എന്ന് വിളിക്കുന്നത്. ശിവൻ നമ്മെ പഠിപ്പിക്കുന്നത് ത്യാഗത്തിന്റെയും ക്ഷമയുടെയും പാഠങ്ങളാണ്. ലോകത്തിന്റെ നന്മയ്ക്കായി വിഷം പോലെ ഉള്ളിലൊതുക്കിയ ആ മഹാത്യാഗിയെ സ്മരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ വിഷമാകുന്ന അസൂയയും അഹങ്കാരവും കളയാൻ നമുക്ക് കഴിയണം. ഈ ശിവരാത്രി നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ ഐശ്വര്യങ്ങളും നൽകട്ടെ. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഓം നമഃ ശിവായ എന്ന് കമന്റ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും ശിവരാത്രി ആശംസകൾ. ഓം നമഃ ശിവായ.